നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ കുടുംബത്തിന്റെ വിളക്കായിട്ടാണ് അച്ഛമ്മ നിന്നെ കണ്ടത്. ഇതിപ്പോ കരുത്തിന് കത്തിയ പോലെയായി. പ്രതീക്ഷിച്ചില്ല, ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. തള്ളക്ക് വലിയ അഭിമാനക്കേടായി പോയല്ലേ? എന്താ കാര്യമെന്ന് പുന്നാരം വരുമ്പോൾ ചന്ദ്രികോട് ചോദിക്കും. അല്ലെങ്കിലേ നിൽക്കുന്ന ഒരു പിഴച്ച ചെറുമോള് ഇവിടെ ചോദിക്ക്. ഇവരുടെ നാവ് കൊണ്ട് തന്നെ പറയട്ടെ. എന്താണ് കാര്യം? എന്റെ മോനെ എരപ്പാളി എന്ന് വിളിക്കാൻ ഇവനാരാണ്? എന്താണ് എന്റെ മോനെ ഇറന്നത്? എനിക്കറിയണം, പറയണോ? വന്ദനെ, നീ എന്തെങ്കിലും ഒന്ന് പറ. പറയില്ല, പറയാൻ നാവ് പൊങ്ങില്ല. നാക്ക് പൊങ്ങിയാലും വാക്ക് കിട്ടില്ല ഇവൾക്ക്. പെൺവർഗത്തിന് തന്നെ തീരാശാപമായ രണ്ട് പെൺജന്മങ്ങൾ. കുറുപ്പ് സാറേ, അങ്ങനെ ഇങ്ങ് പോയാലോ കുറുപ്പ് സാറേ? എന്റെ മുന്നിൽ വെച്ച് അച്ഛനെയും അമ്മയും പെങ്ങളെയൊക്കെ ഇത്രത്തോളം നാണം കെടുത്തിയിട്ട് അങ്ങനെ ഇങ്ങ് പോയാലേ പ്രകാശം വെറും മറ്റവനായി പോവില്ല സാറേ. സാറേ, കാര്യം പറഞ്ഞിട്ട് അങ്ങ് പോയാ മതി. അടിയും വഴക്കും ബഹളം ഒന്നും വേണ്ട. അയൽപക്കക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതെ, കാര്യം ഞാൻ തന്നെ പറയാം. പറയല്ല, കാണിക്കാം. വിവാഹം കഴിക്കാതെ കന്യകമഞ്ഞിട്ട് നിൽക്കുന്നു. എല്ലാരും കണ്ടോ നിന്റെ മാന്യത? കണ്ടോ വിവാഹം കഴിക്കാൻ നിൽക്കുന്ന പെണ്ണിന്റെ കഴുത്തിലെ താലി? ആണ്. എന്റെ ഗുരുവായൂരപ്പ, എന്താ ഇതൊക്കെ? അറിയില്ലേ, കണ്ടിട്ടുമില്ലേ? ഇതാണ് താലി. എന്റെ ഗുരുവായൂരപ്പ, എന്താ ഇതൊക്കെ? കല്യാണം കഴിക്കാത്ത പെണ്ണിന്റെ കഴുത്തിൽ താലിയോ? ഇപ്പൊ മനസ്സിലായോ തള്ളയ്ക്ക് കൊച്ചുമോളുടെ അന്തസ്? എന്റെ മോൻ ജഗനെ വശീകരിച്ചെടുത്ത് കൊച്ചുമോള് കെട്ടിച്ച താലിയായത്. എന്താ കുറുപ്പ് സാറേ പ്രശ്നം? താലി കുറെ നാളായി എന്റെ മകൻ ജഗനെ മാധവൻ എന്ന് പറയുന്ന ഇയാളുടെ മകൾ വളഞ്ഞു പിടിക്കാൻ തുടങ്ങി. ഇപ്പൊ ഞങ്ങൾ രക്ഷകർത്താക്കൾ അറിയാതെ ഇവൾ ജഗനെ കൊണ്ട് ബലാത്കാരമായി താലി കെട്ടിച്ചിരിക്കുന്നു. തോന്നുമ്പോ തോന്നിയവനെ കൊണ്ട് താലി കെട്ടുക, താലി കെട്ടിക്കൊണ്ടുവന്നവളുടെ ഗർഭം കലക്കുക. അതെ, നിങ്ങൾ ആൾക്കാർക്ക് ഇപ്പൊ കാര്യം മനസ്സിലായോ? മാധവന്റെ മക്കളുടെ കുടുംബ മഹിമ. അഥവാ എന്റെ ഒരേ ഒരു മകളുടെ ഭാവി നിന്റെ മകൻ തകർത്തു. ഇപ്പൊ എന്റെ മകൻ ജഗന്റെ ഭാവി
നിന്റെ അഴിഞ്ഞാട്ടക്കാരി മകള് തീർന്നു. അതേ, നീ ജയിച്ചെന്ന് കരുതണ്ട. ജഗനെ വെട്ടി നുറുക്കി പട്ടിക്കിട്ട് കൊടുത്താലും മാധവ നിന്റെ മോൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഇത് പറയുന്നത് കുറുപ്പാ. കുറുപ്പ് വണ്ടിയാ. എന്നാലും ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങള്? ഒരു പയ്യനെ കൊണ്ട് നിർബന്ധിച്ച് താലി കെട്ടിപ്പിച്ച നാണം കെട്ട ഏർപ്പാട്. പെണ്ണൊരുമ്പെട്ടാലേ രക്ഷയില്ല. പ്രകാശ പ്രകാശേട്ടാ, ഞങ്ങളെയൊക്കെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കിയവളാ. സൽസ്വഭാവത്തിന്റെ അവതാരം. ഇപ്പോ അച്ഛനും അമ്മയ്ക്കും ഈ പിഴച്ചവള് തീരാ ശാപമായി മാറിയില്ലേ? ഇനി കുറുപ്പിന്റെ പണത്തിന്റെയും സ്വാധീനത്തിന്റെയും ശക്തി എല്ലാവരും അനുഭവിക്കേണ്ടി വരും. ആർക്കും രക്ഷപ്പെടാനാവില്ല, ഓർത്തോ? ആ, ഈ കുടുംബത്തിന്റെ വിളക്കായിട്ടാണ് അച്ഛമ്മ നിന്നെ കണ്ടത്. ഇതിപ്പോ കരുത്തിന് കത്തിയ പോലെയായി. പ്രതീക്ഷിച്ചില്ല, ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. മാധവേട്ട എന്താ ഒന്നും മിണ്ടാത്ത? വന്ദന തെറ്റുകാരിയല്ലെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മാധവൻ എല്ലാ രംഗത്തും തോറ്റുപോയി. ആദ്യം മകൻ ചതിച്ചു, പിന്നെ നിഴലായി താങ്ങായി ഒപ്പം നിന്ന ഭാര്യ. ഇപ്പോ മാധവന്റെ പുണ്യമെന്ന് കരുതി ഞാൻ കൊണ്ടുകിടന്ന എന്റെ മോളും ചതിച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.